ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇച്ചിരി സന്തോഷത്തോടെ ഒന്ന് ഉറക്കെ പറയാവോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയ്ക്ക് ഇപ്പോൾ സന്തോഷമായി കാണും അല്ലേ? കുഞ്ഞുമക്കളുടെ സ്വരമൊക്കെ ഒന്ന് കേട്ടപ്പോൾ ഈശോയ്ക്ക് വളരെ സന്തോഷമായി കാണും. ഇന്ന് ഒരു പേനയും പേപ്പറും കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഓർക്കുന്നുണ്ടോ എല്ലാവരും? കൊണ്ടുവന്നോ? കഴിഞ്ഞ ആഴ്ച പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയ ക്വിസ് പ്രോഗ്രാം നടത്താൻ പോവുകയാണ്. എല്ലാവരും റെഡി ആയിട്ടിരിക്കണം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ആദ്യ മാതാപിതാക്കൾ ആരെല്ലാം? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം. അതിനുശേഷം ആൻസർ ഇവിടെ കാണിക്കും. ശരിയായിട്ടുള്ളവർക്ക് ടിക്ക് ചെയ്യാം, 5 മാർക്കിടാം. അങ്ങനെയാണ് നമ്മുടെ ക്വിസ് പ്രോഗ്രാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ആദ്യ മാതാപിതാക്കൾ ആരെല്ലാം? ഉത്തരം എഴുതിയോ? ശരിയാണോ നോക്കിക്കേ. ശരിയായവർക്ക് ടിക്ക് ചെയ്യാം, 5 മാർക്കിടാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ആബേലിനെ കൊന്നത് ആര്? ആബേലിനെ കൊന്നത് ആര്? ഉത്തരം എഴുതിയോ? ശരിയാണോ നോക്കിക്കേ. ശരിയായവർക്ക് ടിക്ക് ചെയ്യാം, 5 മാർക്കിടാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ദൈവത്തിന് പ്രീതികരമായി ജീവിച്ച ആൾ. ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ച ആൾ. ഉത്തരം എഴുതിയോ? ശരിയാണോ നോക്കിക്കേ. ശരിയായവർക്ക് ടിക്ക് ചെയ്യാം, 5 മാർക്കിടാം. അവസാനത്തെ ക്വസ്റ്റ്യൻ: പ്രളയത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്തുണ്ടാക്കാനാണ് നോഹയോട് ദൈവം ആവശ്യപ്പെട്ടത്? പ്രളയത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്തുണ്ടാക്കാനാണ് ദൈവം നോഹയോട് ആവശ്യപ്പെട്ടത്? എഴുതി കഴിഞ്ഞോ? ഉത്തരം ശരിയാണോ നോക്കിക്കേ. ശരിയായവർക്ക് ടിക്ക് ചെയ്യാം, 5 മാർക്കിടാം. മാർക്കൊക്കെ കിട്ടിയോ എല്ലാവർക്കും? അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുത്ത് വിജയികളായവർക്ക് നമുക്ക് എന്താ ഒരു സമ്മാനം കൊടുക്കുക? മിഠായി തന്നെ ആവട്ടെ അല്ലേ? എന്നാ അതാ പിടിച്ചോ, എല്ലാവർക്കും മിഠായി വരുന്നു. കൈ നിറയെ മിഠായി കിട്ടിയോ? സന്തോഷമായോ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച കാര്യങ്ങളൊക്കെ കണ്ടു അല്ലേ? എന്തായിരുന്നു? നോഹയെക്കുറിച്ച് പഠിച്ചു. നോഹ പെട്ടകം ഉണ്ടാക്കിയ കാര്യം പഠിച്ചു. പെട്ടകത്തിൽ ആരൊക്കെ കയറി എന്ന് പഠിച്ചു. അവരെന്ത് ചെയ്തു എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പെട്ടകം ഉറച്ചതിന് ശേഷം അവർ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എന്താ സംഭവിച്ചതെന്നാ. നമുക്കറിയാനൊരു ആഗ്രഹമില്ലേ ഇനി എന്താ സംഭവിച്ചു കാണുക എന്ന്? പെട്ടകം തുറന്ന് ഓരോരുത്തരായി പെട്ടകത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ നോഹവും കുടുംബവും ഈ ജീവജാലം എല്ലാവരും കൂടെ കൂടി എന്ത് ചെയ്തെന്നോ? ദൈവത്തിനൊരു ബലി അർപ്പിച്ചു. എന്തിനായിരിക്കും ദൈവത്തിന് ബലി അർപ്പിച്ചത്? തങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടതുകൊണ്ട് നന്ദിയായി അവർ ദൈവത്തിന് ബലിയർപ്പിച്ചു. ദൈവം ഈ ബലിയിൽ സംപ്രീതനായി. എന്നിട്ട് ദൈവം ഇവരോട് വന്നിട്ട് ഒരു ഉടമ്പടി ചെയ്തു. എന്താന്നോ? ദൈവം പറഞ്ഞു, ഇനി ഒരിക്കലും ഒരു പ്രളയം കൊണ്ട് ഭൂമിയെ ഞാൻ നശിപ്പിക്കുകയില്ല. എന്താ ദൈവം ഉടമ്പടി ചെയ്തത്? ഇനി ഒരിക്കലും പ്രളയം കൊണ്ട് ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം ഞാൻ നശിപ്പിക്കുകയില്ല. ഈ ഉടമ്പടിക്ക് ഒരടയാളവും ദൈവം കൊടുത്തു. അതെന്താണെന്നറിയോ? നമുക്കറിയണ്ടേ? ആകാശത്ത് തെളിയുന്ന മഴവില്ല്. മഴവില്ല് കാണുമ്പോൾ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ ഇത് ദൈവം അടയാളമായിട്ട് കൊടുത്തതാണെന്ന്? നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ ഉൽപ്പത്തി പുസ്തകത്തിലെ 9-ാം അധ്യായം 17 മുതലുള്ള വചനങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. അവിടെ ദൈവം പറയുന്നു. എന്താ ദൈവം പറയുന്നതെന്നറിയോ? എൻ്റെ ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ വില്ല് സ്ഥാപിക്കുന്നു എന്ന്. അപ്പോൾ ഇത്രമാത്രം ദൈവം നമ്മെ കരുതുന്നുണ്ട്, കാവല ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെയും വർഷങ്ങൾ പലത് കടന്നുപോയി. വീണ്ടും ജനസംഖ്യ പെരുകി. അതോടൊപ്പം അവരുടെ അഹങ്കാരവും വളർന്നു. അവർ ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ചു. ദൈവം നൽകിയ കഴിവ് ഉപയോഗിച്ച്
അവർ ഒരു വലിയ ഗോപുരം പണിയാൻ തീരുമാനിച്ചു. ഇഷ്ടികയൊക്കെ ഉപയോഗിച്ച് അവർ ആകാശമുട്ടെ ഒരു ഗോപുരം പണിതു. അതിനവരൊരു പേര് വിട്ടു. അതിൻ്റെ പേരാണ് ബാബേൽ ഗോപുരം. എന്താ? ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ. ബാബേൽ ഗോപുരം. ദൈവം എന്നിട്ട് ഈ ബാബേൽ ഗോപുരം കാണാൻ ഇറങ്ങി വന്നു. ദൈവം ഇറങ്ങി വന്നപ്പോൾ ബാബേൽ ഗോപുരമൊക്കെ കണ്ടു. അപ്പോൾ ദൈവം തീരുമാനിച്ചു, ഇത് ജനങ്ങളുടെ ദുഷ്ടതയുടെ ആരംഭം മാത്രമാണ്. അവരുടെ മനസ്സിൽ അഹങ്കാരം പെരുകിയിരിക്കുകയാണ്. അപ്പോൾ ഇവർ തീരുമാനിച്ചത് ഗോപുരം പണിയണം, അതുപോലെ ഒരു വലിയ പട്ടണവും പണിയണം. ഗോപുരം പണിതത് കണ്ടതോടുകൂടി ദൈവം മനസ്സിലാക്കി ഇവരുടെ അഹങ്കാരം എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ ദൈവം അവരുടെ ഭാഷ ഭിന്നിപ്പിച്ചു. നമുക്കറിയാവുന്ന ഭാഷ ഏതാ? നമുക്ക് മലയാള ഭാഷയെ പറയാൻ അറിയാവുന്നല്ലേ. നമ്മളോടൊരാൾ വന്ന് ജർമ്മൻ ഭാഷയിലോ കന്നഡ ഭാഷയിലോ നമ്മളോട് എന്തെങ്കിലും സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാകുമോ? ഇല്ല അല്ലേ? അതുപോലെ ഇവരെ തമ്മിലും ഭാഷ വ്യത്യസ്തമാക്കി. ഒരാൾ വന്ന് അടുത്ത ആളോട് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതായി. അങ്ങനെ ഭാഷ ഭിന്നിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവർ വേറെ വേറെ ദേശത്തേക്ക് താമസം മാറ്റേണ്ടി വന്നു. അങ്ങനെ അവർ ചിതറിക്കപ്പെട്ടു. അവരുടെ പട്ടണം പണി അവർ ഉപേക്ഷിച്ചു. അങ്ങനെ ദൈവത്തോട് മത്സരിക്കുകയും ദൈവത്തെ ധിക്കരിക്കുകയും ചെയ്താൽ അവരുടെ ജീവിതം നാശമായിരിക്കുമെന്ന് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ടല്ലേ? മനസ്സിലാകുന്നില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇതാണ്. ദൈവം നോഹയോട് ചെയ്ത ഉടമ്പടിയുടെ അടയാളം എന്തായിരുന്നു? മഴവില്ല്. ഉടമ്പടിയുടെ അടയാളം മഴവില്ല്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദൈവം നോഹയിൽ സംപ്രീതനാകാൻ കാരണമെന്ത്? ദൈവം നോഹയിൽ സംപ്രീതനാവാൻ കാരണമെന്ത്? എന്താ ദൈവം നോഹയിൽ സംപ്രീതനാവാൻ കാരണം? നോഹ എന്നയാൾ നല്ലവനായിരുന്നു. അവൻ ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു. രണ്ടാമത്തെ ചോദ്യം: ജലപ്രളയം കൊണ്ട് ദൈവം ഭൂമിയെ ശിക്ഷിക്കാൻ കാരണമെന്ത്? ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും ദുഷിച്ചതാണെന്നും ദൈവം കണ്ടു. അതുകൊണ്ട് ദൈവം ഭൂമിയെ പ്രളയം കൊണ്ട് ശിക്ഷിക്കാൻ തീരുമാനിച്ചു. മൂന്നാമത്തെ ചോദ്യം: ഗോപുരം നിർമ്മിക്കാൻ ശ്രമിച്ചവരെ ദൈവം എങ്ങനെയാണ് ചിതറിച്ചത്? എങ്ങനെയാണ് ചിതറിച്ചത്? ഭാഷ വ്യത്യസ്തമാക്കി. പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അവരുടെ ഭാഷ വ്യത്യസ്തമാക്കി. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നമ്മൾ ഹൃദിസ്ഥമാക്കേണ്ടതാണ്. ഒപ്പം ഒരു ബൈബിൾ വചനം നമുക്ക് എഴുതാനുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള വചനങ്ങൾ നമ്മുടെ പേരൻസിൻ്റെ സഹായത്തോടെ നിങ്ങൾ വായിക്കണം. അതിലിഷ്ടപ്പെട്ട ഒരു വചനം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി ചേർക്കാനുണ്ട്. പുസ്തകത്തിലെ അടുത്ത വർക്ക് ഇതാണ്: പദസഞ്ചിയിൽ നിന്നും ഉത്തരം കണ്ടെത്തി എഴുതുക. പെട്ടകം ഉണ്ടാക്കിയ ആള് ആരാ? പെട്ടകം ഉണ്ടാക്കിയത് നോഹ, നമുക്കറിയാം അല്ലേ? ഇനി തുടർച്ചയായി മഴ പെയ്തത് എത്ര ദിവസം? മഴ പെയ്തത്? 40 ദിവസം. ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ അടയാളം മഴവില്ല്. ഗോപുരം നിർമ്മിച്ച സ്ഥലത്തിൻ്റെ പേര് ബാബേൽ. നോഹയുടെ കഥ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകം ഏതാണ്? ഉൽപ്പത്തി പുസ്തകം. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി ചേർക്കാനുണ്ട്. നീതിമാനായി ജീവിച്ച നോഹയെ പോലെ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന് വിധേയപ്പെട്ട് ദൈവം പറയുന്ന കാര്യങ്ങളെ ക്ഷമയോടെ കേട്ട് വിശ്വസിച്ച് ജീവിക്കാൻ ഈ പാഠം നമുക്കെന്നും പ്രചോദനം നൽകട്ടെ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും എല്ലാ പ്രാർത്ഥനകളും ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കുഞ്ഞിക്കരങ്ങൾ കൂട്ടിപ്പിടിക്കാമോ? കണ്ണുകൾ അടയ്ക്കാമോ? ഈശോയെ, അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് അങ്ങ് അനന്തമായി ചൊരിയുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയോടുള്ള സ്നേഹം നിറയ്ക്കണമേ. ബുദ്ധിയിൽ വിശ്വാസം നിറയ്ക്കണമേ. അധരത്തിൽ വചനം നിറയ്ക്കണമേ. നീതിമാനായി ജീവിച്ച നോഹയെ പോലെ നീതിമാന്മാരായി ജീവിക്കുവാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.